ഫ്രണ്ട്സ്, ഈ ആപ്പിൻ്റെ പേര് ഇമേജ് ടു PDF എന്നാണ്. അപ്പോൾ ഇതെല്ലാവരും ഓപ്പൺ ആക്കുക. ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അവിടെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോന്നോരായി നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങൾ ഇമേജ് ടു PDF എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അവിടെ പ്ലസ് ഐക്കൺ കാണാം. അതിലും നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അവിടെ നിങ്ങളുടെ ഗാലറിയിലെ എല്ലാ ഫോട്ടോസും ഉണ്ടാകും. അതിൽ നിങ്ങൾ PDF ആക്കാനുള്ള ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒരു 3 ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് മുകളിലുള്ള ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫോട്ടോസിൻ്റെ താഴെയുള്ള ആ പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോസ് ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് ഇനിയും ആഡ് ചെയ്യണമെങ്കിൽ ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം. അതിനുശേഷം മുകളിലെ PDF ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈറ്റിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ തമ്പനെയിൽ എന്നാണ് ടൈറ്റിൽ കൊടുക്കുന്നത്. അതിനുശേഷം താഴെയുള്ള അപ്ലൈ പാസ്വേഡിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ PDFന് പാസ്വേഡ് കൊടുക്കാൻ സാധിക്കും. ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് എന്നതിൽ അമക്കുക. ഇനി PDF ആർക്കെങ്കിലും സെൻഡ് ചെയ്താൽ അവർക്കും പാസ്വേഡ് ചോദിക്കും. അപ്പോൾ അവരും പാസ്വേഡ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഈ PDF ഓപ്പൺ ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ PDF സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ഫയൽസ് എടുത്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫയൽസ് എടുത്തത് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കുക, അപ്പോൾ ഇതിൽ ഓപ്പൺ ആക്കുമ്പോൾ നമ്മളോട് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാസ്വേഡ് അടിച്ചാൽ മാത്രമേ നമുക്കിത് ഓപ്പൺ ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ആപ്പിലെ അടുത്ത ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്ത ഓപ്ഷൻ PDF ടു ഇമേജ് എന്നാണ്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് PDFയിലെ ഇമേജുകൾ നമ്മുടെ ഗാലറിയിലെ ഇമേജാക്കി സേവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ PDFയിലെ ഇമേജുകൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതിനായി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. നിങ്ങളൊരു PDF ഇതിൽ സെലക്ട് ചെയ്യുക. PDF ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അവിടെ PDFയിലെ എല്ലാ ഇമേജസും ഉണ്ടാകും. അപ്പോൾ ഏത് ഇമേജാണ് നിങ്ങൾക്ക് വേണ്ടത്, ആ ഇമേജിന് താഴെയുള്ള ആ ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗാലറിയിലേക്ക് ഓരോ ഇമേജസും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി പാസ്വേഡ് അപ്ലൈ ചെയ്ത PDFകളാണെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് അടിച്ചാൽ മാത്രമേ അത് ഇമേജ് ഡൗൺലോഡ് ആക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ഓപ്ഷൻ അൺലോക്ക് PDF എന്നാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ PDFൻ്റെ ലോക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനായി ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. അതിനായി നിങ്ങൾ അൺലോക്ക് PDF എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലോഡിങ് കഴിഞ്ഞിട്ട് PDFകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് PDFയിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് അപ്ലൈ ചെയ്ത് ഓക്കെ അമയ്ക്കാൽ ആയ PDFൻ്റെ പാസ്വേഡ് ഒഴിവാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ പ്രൊട്ടക്റ്റ് PDF എന്നാണ്. ആ പ്രൊട്ടക്റ്റ് PDFയിൽ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്പിൽ ക്രിയേറ്റ് ചെയ്യാത്ത PDF പോലും നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏത് PDF ആണ് നിങ്ങൾക്ക് വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ മെർജ് PDF എന്നാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2 വ്യത്യസ്ത PDFകൾ ഒരു PDF ആക്കി മാറ്റാൻ സാധിക്കും. അതിനായി ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. അതിനായൊരു തമ്പനെയിൽ എന്ന PDF സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം താഴെയുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഒരു PDFും കൂടി സെലക്ട് ചെയ്യാണ്. അതിനുശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 PDFും ഒന്നാകുന്നതാണ്. ആദ്യത്തെ PDFന് താഴെ മറ്റേ PDFയിലെ ഇമേജസുകളും ഉണ്ടാകും. അടുത്ത ഓപ്ഷൻ എഡിറ്റ് PDF എന്നാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ PDFകളിലെ ഇമേജസുകൾ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഈ ആപ്പിലെ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.